ഓൾ വെൽക്കം ടു മെൻഡിസ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്ഷര കൈരളി അക്കൗണ്ടൻസി മാതൃകാ ചോദ്യപേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. നൽകിയിരിക്കുന്ന ഇടപാടുകളുടെ ജേണൽ എൻട്രികൾ എഴുതുക, ഇതാണ് ചോദ്യം. നമുക്കൊരു 3 കേസ് തന്നിട്ടുണ്ട്, അതിന്റെ ജേണൽ നമ്മൾ എഴുതണം. ഫസ്റ്റ് വന്നിരിക്കുന്നത്, മോഹൻ 1,00,000 രൂപ പണമായും 30,000 രൂപ വിലയുള്ള ഫർണിച്ചറും കൊണ്ടുവന്ന് ബിസിനസ് ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എൻട്രിയാണത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോഹൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? 1,00,000 രൂപ ക്യാഷ് ആയിട്ടും കൊണ്ടുവന്നു, 30,000 രൂപയിലുള്ള ഫർണിച്ചറും കൊണ്ടുവന്നു. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുമ്പോൾ കൊണ്ടുവരുന്ന എമൗണ്ടിനെ നമ്മൾ എന്താ പറയുക? ക്യാപിറ്റൽ. ക്യാഷ് ആയിട്ട് അസറ്റ് ഇൻക്രീസ് ചെയ്തു, സോ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഫർണിച്ചർ അസറ്റാണ്, അസറ്റ് ഇൻക്രീസ് ചെയ്തു, അതിനെ ഡെബിറ്റ് ചെയ്തു. 1,30,000 ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു, സോ ക്രെഡിറ്റ്. രണ്ടും കൂടെ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ്. ക്യാഷിൽ ആയിട്ട് 1,00,000 രൂപയും ഫർണിച്ചറായിട്ട് 3,00,000 രൂപയും ടു ക്യാപിറ്റൽ 1,30,000 ടോട്ടൽ. അങ്ങനെയാണ് നമ്മളത് എഴുതേണ്ടത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഫസ്റ്റ് എൻട്രിയാണ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. അത് ക്യാഷ് മാത്രമാകുമ്പോൾ, ഫർണിച്ചർ ആകുമ്പോൾ ഫർണിച്ചർ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, സോ ഫർണിച്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്, എമൗണ്ട് ടോട്ടൽ. രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്, PNB ബാങ്കിൽ 10,000 രൂപ നിക്ഷേപിച്ച അക്കൗണ്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ എവിടെ കൊണ്ടുപോയിട്ടു? ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ബാങ്കിൽ പൈസ കൂടി, സോ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു, അപ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. PNB ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആണ് ജേണൽ എൻട്രി വരിക. ഇതൊരു കോൺട്രാ എൻട്രി ആണ്. എന്താണ് കോൺട്രാ എൻട്രി? ക്യാഷും ബാങ്കും വരുന്ന എൻട്രിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ PNB ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആണ് ജേണൽ എൻട്രി വരുന്നത്. അടുത്ത ചോദ്യം, മോഡേൺ ട്രേഡേഴ്സിൽ നിന്നും കടമായി 20,000 രൂപയുടെ മെഷീനറി വാങ്ങി. മെഷീനറി അസറ്റ് വാങ്ങി, അസറ്റ് ബിസിനസ്സിലേക്ക് വന്നു, അസറ്റിനെ ഡെബിറ്റ് ചെയ്തു. അസറ്റ് കൂടിയപ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുന്നു. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു. ക്യാഷ് പോയിട്ടില്ല, കടത്തിനെയാണ്. ആരുടെ അടുത്ത് നിന്നാണ്? മോഡേൺ ട്രേഡേഴ്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം കടത്തിന് മേടിക്കുകയാണെങ്കിൽ ആ ഇൻഡിവിജ്വലിൻ്റെയോ വിറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് വെക്കണം, കമ്പനിയുടെ ബിസിനസ്സിൻ്റെ പേര് വെക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു മോഡേൺ ട്രേഡേഴ്സ് അക്കൗണ്ട്. ഇതാണ് 19ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമുക്ക് നൽകിയിരിക്കുന്ന ബിസിനസ് ആസ്തികളെ ലിക്വിഡിറ്റിയുടെ ക്രമത്തിൽ എഴുതുക. ഫർണിച്ചർ, സാധനങ്ങളുടെ സ്റ്റോക്ക്, സ്ഥലവും കെട്ടിടങ്ങളും, കൈവശമുള്ള ക്യാഷ്, കിട്ടാനുള്ള ബില്ല്, ബാങ്കിലെ പണം, ഗുഡ്വിൽ, ഡെപ്റ്റേഴ്സ്. ഇവയെ ലിക്വിഡിറ്റിയുടെ ബേസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 2 തരത്തിൽ എഴുതാൻ പറ്റും. സ്ഥിരതയുടെ അടിസ്ഥാനത്തിലും ബാലൻസ് ഷീറ്റ് എഴുതാം, ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിലും എഴുതാം. അപ്പൊ അത് മറക്കരുത്. സ്ഥിരതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം, ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് വരയ്ക്കാം? ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. അപ്പോൾ അത് ഓർക്കണം. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതിന്റെ ബേസിൽ വരയ്ക്കാനാണ്? ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലിക്വിഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷിനെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. പെട്ടെന്ന് നമ്മൾ ക്യാഷ് ഒന്നില്ലെങ്കിൽ ക്യാഷ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ വേഗം വിറ്റ് നമുക്ക് അതിന് ക്യാഷ് കയ്യിൽ വരണം. പെട്ടെന്ന് പേ ഓഫ് ചെയ്യാൻ പറ്റുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ആദ്യം എന്ത് എഴുതണം? ലിക്വിഡിറ്റിയുടെ ഇതിൽ എഴുതാൻ പറയുകയാണെങ്കിൽ ആദ്യം കറണ്ട് അസറ്റുകൾ എഴുതണം, പിന്നെയാണ് നമ്മൾ എന്ത് എഴുതുക? ഫിക്സഡ് അസറ്റ് എഴുതുക. അപ്പോൾ ആദ്യം ഏത് എഴുതേണ്ടത്? നമ്മൾ ആദ്യം കറണ്ട് അസറ്റ് എന്ന് വെച്ചാൽ ഹ്രസ്വകാല ആസ്തി നമ്മൾ ആദ്യം എഴുതണം. ആദ്യം ഹ്രസ്വകാല ആസ്തി എഴുതണം, പിന്നെ നമ്മൾ എന്ത് എഴുതണം? സെക്കൻഡേ നമ്മൾ എന്ത് എഴുതാൻ പാടുള്ളൂ? സ്ഥിര ആസ്തി നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഇതാണ് എന്ത്? ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ബാധ്യതകളുടെ കാര്യത്തിലാണെങ്കിൽ ആദ്യം എന്ത് എഴുതണം? നമ്മൾ ഹ്രസ്വകാല ബാധ്യത ആദ്യം എഴുതണം, പിന്നെയാണ് നമ്മൾ എന്ത് എഴുതാൻ പാടുള്ളൂ?
സ്ഥിര ബാധ്യത എഴുതാനായിട്ട് പാടുള്ളൂ. ഇതാണ് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സ്ഥിരതയുടെ അടിസ്ഥാനത്തിലോ നേരെ തിരിച്ച് സ്ഥിരതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഫസ്റ്റ് ഏത് എഴുതണം? സ്ഥിരാസ്തി എഴുതണം. പിന്നെ നമ്മൾ എന്ത് എഴുതാൻ പാടുള്ളൂ? ഹ്രസ്വകാലാസ്തി എഴുതാനായിട്ട് പാടുള്ളൂ. ബാധ്യതയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് ഏത് എഴുതും? സ്ഥിര ബാധ്യതകൾ എഴുതും. പിന്നെ നമ്മൾ എന്ത് എഴുതുള്ളൂ? ഹ്രസ്വകാല ബാധ്യതകൾ എഴുതുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ഏത് എഴുതണം? ഹ്രസ്വകാലാസ്തി. പിന്നെ നമ്മൾ സ്ഥിരാസ്തി എഴുതുന്നതാണ് ഇത് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. നമുക്ക് നോക്കാം. കൈവശമുള്ള ക്യാഷ്, അതെന്താ? കറണ്ട് അസറ്റ് അല്ലേ? ക്യാഷ് എന്ന് പറയുന്നത് ഏറ്റവും ലിക്വിഡ് അസറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ആണ്. ബാങ്കിലുള്ള പണം. ക്വസ്റ്റ്യനിൽ നോക്കാം നമുക്ക്. ഫർണിച്ചർ എന്താ സെറ്റാ? ഫിക്സ്ഡ്, സ്ഥിരാസ്തിയാണ്. ഫർണിച്ചർ എന്താണ്? സ്ഥിരാസ്തിയാണ്. സ്ഥിരാസ്തി നോക്കാം നമുക്ക്. ഫർണിച്ചർ സ്ഥിരാസ്തിയാണ്. സാധനങ്ങളുടെ സ്റ്റോക്ക് എന്താണ്? ഹ്രസ്വകാലാസ്തിയാണ്. നമുക്ക് കറണ്ട് അസറ്റ് എന്ന് എഴുതാം കേട്ടോ. ഹ്രസ്വകാലാസ്തി. ഫർണിച്ചർ ഫിക്സ്ഡ് അസറ്റ് ആണ്, അവിടെ FA എന്ന് എഴുതാം. പിന്നെ സ്ഥലവും കെട്ടിടം എന്താണ്? ഫിക്സ്ഡ് അസറ്റ് ആണ്. കൈവശമുള്ള ക്യാഷ് എന്താ? കറണ്ട് അസറ്റ് ആണ്. അത് വളരെ ലിക്വിഡ് അസറ്റ് ആണ്. കിട്ടാനുള്ള ബില്ല് കറണ്ട് അസറ്റ് ആണ്. ബാങ്കിലെ പണം കറണ്ട് അസറ്റ് ആണ്. ഗുഡ് വില്ല് അത് ഫിക്സ്ഡ് അസറ്റ് ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് ഗുഡ് വില്ല്. ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഓർഡർ ആക്കി നമ്മളൊന്ന് എഴുതി വെക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഏതാ? ഏറ്റവും ലിക്വിഡ് കയ്യിലുള്ള പൈസയാണ്. അപ്പൊ അതിനെ നമുക്ക് നമ്പർ 1 കൊടുക്കാം, കയ്യിലുള്ള പണം. അടുത്തത് ബാങ്കിലെ പണാണ്. പിന്നെ വരുന്നത് ഏതാ? കിട്ടാനുള്ള ബില്ലാണ്. പിന്നെ പിന്നെ ഡെപ്റ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ സാധനങ്ങളുടെ സ്റ്റോക്ക് വരുന്നുണ്ട്. പിന്നെ ഏത് വരും? ഫർണിച്ചർ വരും. പ്ലാന്റ്, സ്ഥലം, കെട്ടിടം അത് ഇതിലില്ല. സ്ഥലങ്ങളും കെട്ടിടങ്ങളും വരും. പിന്നെയോ ലാസ്റ്റ് ആണ് ഇതിൽ ഇത് വരുന്നത്? ഗുഡ് വില്ല് വരുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കറണ്ട് അസറ്റുകൾ ഹ്രസ്വകാല ആസ്തി എഴുതുക. പിന്നെ എന്ത് എഴുതുക? ഫിക്സ്ഡ് ആസ്തികൾ എഴുതുക. ഇത്രയാണ് ഇതിൽ നമുക്ക് നോക്കാനുള്ളത്. നമുക്കിനി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി, ഓർഡർ ഓഫ് പെർമനൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മുടെ അക്കൗണ്ട് ബാലൻസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്? അക്കൗണ്ട് ബാലൻസുകളെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ ആസ്തികളും ബാധ്യതകളും എഴുതുന്നതിന് ഏതെങ്കിലും ചട്ടമോ ക്രമമോ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്. ബാലൻസ് ഷീറ്റിൽ ആസ്തികളും ബാധ്യതകളും ശരിയാവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? എഴുതണമെങ്കിൽ 2 തരത്തിലുണ്ട്. സ്ഥിരതയുടെ അടിസ്ഥാനത്തിലും ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിലും. ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ കഴിയുന്നതിനെയാണ് എന്ത്? ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഈ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് എന്താ? സ്ഥിരതയുടെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് നേരെ തിരിച്ചെഴുതി എന്തായി? അത് ലിക്വിഡിറ്റി. സ്ഥിരതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫസ്റ്റ് ഗുഡ് വിൽ എഴുതി, പിന്നെ പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ലാൻഡ്, ബിൽഡിംഗ്. ആദ്യം ഇൻടാഞ്ചിബിൾ അസറ്റുകൾ എഴുതി, പിന്നെ ഫിക്സ്ഡ് അസറ്റ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ കറണ്ട് അസറ്റുകൾ എഴുതുന്നു. ഇതാണ് സ്ഥിരത. ലിക്വിഡിറ്റി ആണെങ്കിൽ എന്ത് ചെയ്തു? നേരെ തിരിച്ചിടുക. ആദ്യം കൈവശമുള്ള ക്യാഷ്, പിന്നെ ബാങ്കിലുള്ള ക്യാഷ്, ബിൽസ് റിസീവബിൾ, അങ്ങനെ വരും. ബാധ്യതയാണെങ്കിലും സെയിം തന്നെയാണ് വരുന്നത്. ഇത്രയാണ് ഈ 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.